ഇനി നെക്സ്റ്റ് പുട്ടെന്ന് പറയുന്നത് മാഗി പുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പുട്ട് ചോക്ലേറ്റ് പുട്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് മാഗി പുട്ടാണ്. അതിനാവശ്യമായിട്ടുള്ളത് 2 പാക്കറ്റ് മാഗിയാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. മാഗി ഞാൻ പൊടിക്കുന്നില്ല, അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി. പകുതി വെന്ത മാഗിയെ നമുക്ക് ഇതുപോലുള്ള ഒരു അരിപ്പയിലിട്ട് ഒന്ന് ജസ്റ്റ് വെള്ളം ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് വേണ്ടത് 2 മുട്ടയും കൂടിയാണ്. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് കിട്ടുക. അപ്പോൾ 2 മുട്ട ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മുട്ട എടുക്കുക. ഇതിൽ ഞാൻ ഉപ്പോ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ മാഗിയുടെ ഫ്ലേവറിലാണല്ലോ കഴിക്കുക. അപ്പം അതിൻ്റെ ഫ്ലേവർ മതിയാവും. ജസ്റ്റ് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് എല്ലായിടും ഒന്നാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മളിടാൻ പോകുന്നത് തേങ്ങയ്ക്ക് പകരം മുട്ടയാണ്. ഇതുപോലെ വറുത്ത മുട്ട ഇതിലേക്ക് തേങ്ങയ്ക്ക് പകരം ഇട്ട് കൊടുക്കുക. മുട്ട ഇഷ്ടമില്ലാത്തവരെ മുട്ട അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മാഗി ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് മുകളിലേക്ക് മുട്ട നിറയ്ക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യാം. മാഗി പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം മാഗി പുട്ട് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് ലെമീസയാണ്. അപ്പം ഈ പുട്ട് ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.